റമളാൻ കഴിഞ്ഞാൽ, എണ്ണം പൂർത്തീകരിച്ചാൽ പ്രധാനമായും 3 കാര്യങ്ങൾ റഹ്മാനായ റബ്ബ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ നമ്മൾ നിലനിർത്തിയാൽ ഇരു ലോകത്തും സമാധാനം, ഇരു ലോകത്തും വിജയമാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? വലിതുക്മിലുൽ ഇദ്ദ, എണ്ണം പൂർത്തിയാക്കുക. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിൻ്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിനെ വാഴ്ത്തുക. ഹിദായത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. റഹ്മാനായ റബ്ബ് നമുക്ക് ഹിദായത്ത് നൽകുന്നില്ലെങ്കിൽ പിന്നെ ആർക്കും നമുക്ക് സന്മാർഗം കാണിച്ചു തരാൻ സാധിക്കും? ആർക്കും കഴിയില്ല. പടച്ച റബ്ബ് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് എന്ന് പറയുന്നത്, അനുഗ്രഹം എന്ന് പറയുന്നത് ഈ ഹിദായത്താണ്, ഈ സന്മാർഗമാണ്. റമളാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് നൽകി. ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് നൽകി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് നൽകി. എവിടെയും വഴിതെറ്റി പോവാതിരിക്കാനാണത്, എവിടെയും പകച്ചു പോവാതിരിക്കാനാണത്, എവിടെയും ഇരുട്ടിൽ തപ്പുന്ന ഒരു അവസ്ഥ ഇല്ലാതിരിക്കാനാണ് റഹ്മാനായ റബ്ബ് ഈ ഹിദായത്ത് അവൻ്റെ സൃഷ്ടികളായ നമുക്ക് നൽകിയത്. അതുകൊണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് ആവർത്തിച്ച് നമ്മൾ പറയുകയും അവനാണ് വലിയവനെന്ന് പ്രഖ്യാപിക്കുകയും നമ്മുടെ ജീവിതത്തിലും റഹ്മാനായ റബ്ബുമായി ബന്ധപ്പെട്ടതിനാണ് ഏറ്റവും പ്രാധാന്യമെന്ന് പ്രഖ്യാപിക്കുകയും ഈ ഹിദായത്തിനെ നമ്മൾ മുറുകെ പിടിക്കുകയും ചെയ്യണം. രണ്ടാമത്തത് വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ള ആളുകളാകാൻ വേണ്ടി റഹ്മാനായ റബ്ബിനോട് നന്ദിയുള്ള അടിമകളായി തീരുക. എങ്ങനെയാണ് ആ നന്ദി പ്രകടിപ്പിക്കേണ്ടത്? വാക്കുകളിൽ, പ്രവർത്തനങ്ങളിൽ, തീരുമാനങ്ങളിൽ, നിലപാടുകളിൽ റഹ്മാനായ റബ്ബ് കാണിച്ചു തന്ന വഴിയെ സ്വീകരിക്കലാണ് യഥാർത്ഥ നന്ദി പ്രകടനം എന്ന് പറയുന്നത്. ഹറാമുകളിൽ കണ്ണുകളെ, കാതുകളെ, ധനത്തെ, ശരീരത്തെ, അള്ളാഹു നൽകിയ ഒരു നിഅമത്തിനെയും ഹറാമുകളിൽ ഉപയോഗിക്കാതെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട റഹ്മാനായ റബ്ബ് തൃപ്തിപ്പെടുന്ന വഴികളിൽ ഉപയോഗപ്പെടുത്തുക. അതാണ് യഥാർത്ഥ ശുക്ർ എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഷാക്കിരീങ്ങളിൽ, നന്ദിയുള്ളവരിൽ നമ്മൾ ഉൾപ്പെടുകയും ചെയ്യണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു ഇരട്ടിപ്പിച്ചേ തരികയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നന്ദി കേട് കാണിക്കരുത്, നന്ദിയുള്ളവരാകണം. പിന്നെ പറയുന്നത് വളരെ മൗലികമായതാണ്. അതാണ് മൂന്നാമത്തത്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ, അവിടെ നമുക്ക് കാണാൻ സാധിക്കും, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഖുൽ, പറയുക എന്നുപോലും അവിടെ പറഞ്ഞിട്ടില്ല. എന്തിനാണത്? ആ വേർഡിൻ്റെ ദൈർഘ്യം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയില്ല. മറ്റേത് ആയത്തിലും കണ്ടാൽ നമുക്ക് കാണാൻ സാധിക്കും, യസ്അലൂനക മാദാ യുൻഫിഖൂൻ ഖുൽ യസ്അലൂനക അനിൽ മഹീദ് ഖുൽ, അവിടെയൊക്കെ പറയണമെന്ന് ഉള്ള വാക്ക് കാണാം. എന്നാൽ എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഖുൽ, പറയണം എന്ന് പോലും പറയാതെ അള്ളാഹു പറയുകയാണ് ഫഇന്നി ഖരീബുൻ, ഞാൻ അവരുടെ സമീപത്തുണ്ട്. അള്ളാഹു ദൂരെയാണെന്ന് ആരും കരുതണ്ട. റഹ്മാനായ റബ്ബ് ഇതൊന്നും കാണുന്നില്ല എന്ന് ആരും കരുതണ്ട. റബ്ബ് എന്നെ കാണുന്നുണ്ട്, നിങ്ങളെ കാണുന്നുണ്ട്, നമ്മുടെ നാടിനെ കാണുന്നുണ്ട്, അക്രമികളെ അള്ളാഹു കാണുന്നുണ്ട്, നന്മ ചെയ്യുന്ന ആളുകളെ റഹ്മാനായ റബ്ബ് കാണുന്നുണ്ട്. അടിമകളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നു റബ്ബ്. ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവർ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകാം എന്ന് റഹ്മാനായ റബ്ബ് പറയുന്നു. അതുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക, രാവും പകലും ഒരുപോലെ, ഇഹപര നേട്ടങ്ങൾക്ക് വേണ്ടി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കാൻ വേണ്ടി, ഹിദായത്തിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കാൻ വേണ്ടി, ക്ഷമ ലഭിക്കാൻ വേണ്ടി, യഖീന് ലഭിക്കാൻ വേണ്ടിയൊക്കെ റഹ്മാനായ റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിക്കണം. പക്ഷേ റബ്ബ് അപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരാം, നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ കേൾക്കാം, പക്ഷേ ഫൽയസ്തജീബൂലി, ഞാൻ വിളിക്കുമ്പോൾ നിങ്ങളും കേൾക്കണം. ഫൽയസ്തജീബൂലി വൽയുക്മിനൂ ബി, നിങ്ങൾ എനിക്കും ഉത്തരം നൽകണം, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുകയും വേണം. അങ്ങനെ ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ ഉത്തരം നൽകാമെന്ന് റഹ്മാനായ റബ്ബ് പറയുന്നുണ്ട്. അതുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക, റബ്ബ് കാണിച്ചു തന്ന വഴികളിലൂടെ നാം സഞ്ചരിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.